നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു ടിബറ്റ് സന്ദർശിക്കുകയും ടിബറ്റിൻ്റെ ആത്മീയ നേതാവായ ദലൈലാമയെ കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞു. ദലൈലാമയോട് അദ്ദേഹം പറഞ്ഞ ഈ കാര്യമാണ് ചൈനയിൽ ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടിട്ടുള്ളത്. ടെൻസിൻ ഗ്യാസ്റ്റോ എന്ന ഇപ്പോഴത്തെ ദലൈലാമയോട് അദ്ദേഹം പറഞ്ഞത് അടുത്ത ലാമയെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ അധികാരവും ഇപ്പോഴത്തെ ദലൈലാമയായിട്ടുള്ള ടെൻസിൻ ഗ്യാസ്റ്റോയ്ക്കാണ് ഉള്ളത് എന്നാണ്. ഇത് ചൈനയെ വല്ലാണ്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ്. ചൈന വിചാരിച്ചിട്ടുള്ളത് ചൈനയ്ക്കാണ് ഇതിനുള്ള അധികാരം എന്നാണ്. ചൈന ഇപ്പോഴെന്തായാലും ടിബറ്റ് കീഴടക്കി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ടിബറ്റിൻ്റെ മേൽ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചൈന ഈ നീക്കം നടത്തുകയും ചെയ്യും. പക്ഷേ ഭാരതം ഇത് പറയുമ്പോൾ ചൈനയെ വല്ലാണ്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ്. ചൈനയുടെ പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിലൊക്കെ വെച്ച് ഇന്ത്യക്കൊരു ചില പണികളൊക്കെ കൊടുക്കുവാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭാരതത്തിനെതിരെ ഒന്ന് കളിക്കാൻ വല്ലാണ്ട് ഭയപ്പെടും. കാരണം 1950കളിലും 60കളിലും ഉള്ള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് ദോക്ലാമിലും ചുംബി വാലിയിലുമൊക്കെ ചൈന നടത്തിയ ചില നീക്കങ്ങളിലൂടെ ചൈനയ്ക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഭായ് ഭായ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച നെഹ്റുവിനെ പോലെ അല്ല ഇന്ന് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന ഈ വിഷയങ്ങളൊക്കെയും ചൈന ഇടപെട്ടപ്പോൾ മനസ്സിലായി ഇന്ത്യക്ക് ഇന്ത്യൻ മിലിറ്ററിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ചൈനയുമായിട്ട് ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്കും എന്ന്. അപ്പോൾ അത്തരത്തിൽ ചൈനയ്ക്ക് എന്തായാലും ചൈനയുടെ ഒരു ഭാവി അപകടത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുവാൻ വേണ്ടിയിട്ട് വല്ലാതെ ഭയമുണ്ട്. ചൈന ഇപ്പോഴും ഭാരതത്തിനെ അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാശ്മീരിൽ ഇന്ത്യ കാണിക്കുന്നതൊന്നും ശരിയല്ല, ഉയ്ഗുർ മുസ്ലിങ്ങളെ കോടാനുകോടി ഉയ്ഗുർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ചൈനയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. വളരെ ജനാധിപത്യപരമായിട്ടാണ് ഭാരതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത്യധികം ജനാധിപത്യ വിരുദ്ധമായി. ചൈന ഒരു ജനാധിപത്യ രാജ്യമല്ല എങ്കിലും പറഞ്ഞു പോവുകയാണ്. അത്യധികം വളരെ ക്രൂരമായിട്ട് ആൾക്കാരെ അടിച്ചമർത്തി വെച്ചുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പോഴും ഭരിക്കുന്നത്. ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ചൈന അനുവദിച്ചു കൊടുക്കുന്നില്ല. അത്തരമൊരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ ഭാരതം ചെവിക്കൊള്ളേണ്ടതിൻ്റെ ഒരു കാര്യവുമില്ല. ഭാരതം ഇത് ചെവിക്കൊള്ളുന്നുമില്ല. ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്റോറിക്കലി ടിബറ്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടെങ്കിൽ ചരിത്രപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഒരു അവകാശങ്ങൾ എടുത്തു വച്ചുകൊണ്ട് ടിബറ്റ് നീക്കം നടത്തിയാൽ തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവും. ചൈന ആ നീക്കങ്ങളെ പൊളിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഭാരതം ചൈനയുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സിനെ ചൈനയുടെ സ്വാതന്ത്ര്യമായിട്ട് പരിഗണിക്കണം എന്നാണ് അവിടുത്തെ സ്പോക്സ് പേഴ്സൺ, ചൈനയുടെ വിദേശകാര്യ സ്പോക്സ് പേഴ്സണൊക്കെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഭാരതം എന്ത് പറയണം എന്ന് ഭാരതം തന്നെയാണ് തീരുമാനിക്കുന്നത്. ഭാരതത്തിൻ്റെ അഭിപ്രായം തന്നെയാണ്, സുശക്തമായ അഭിപ്രായം തന്നെയാണ് കിരൺ റിജിജു പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ഓപ്പറേഷൻസ് ഇവിടെ നടത്തിയാൽ തീർച്ചയായിട്ടും പ്രതികരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാചാടോപങ്ങൾ പല ഭാഗങ്ങളിലൊക്കെ പൊട്ടിക്കുന്നുണ്ട് ചൈന. എന്തായാലും അതിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ചൈനയാണ് അവിടെ ഇല്ലീഗലായിട്ട് അവരുടെ പൗരന്മാരെ കുത്തി നിറയ്ക്കുക, അതായത് ടിബറ്റിൻ്റെ ഉള്ളിൽ ചൈനീസ് പൗരന്മാരെ കൊണ്ട് കുത്തി നിറയ്ക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഇതിനിടെ വ്യാപകമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളാണ് ഇതിനെതിരെ സദാ ടിബറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ബുദ്ധ സന്യാസിമാരാണ് തീ കൊളുത്തിയൊക്കെ ഇതിനെതിരെ ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അത്തരത്തിൽ ചൈന നടത്തുന്നത് കാടത്വമാണ്, കൊടും ക്രൂരത തന്നെയാണ്. ബുദ്ധിസത്തിൻ്റെ ഏറ്റവും ഒരുപക്ഷെ ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായ ഭൂമിയായ ടിബറ്റിനെതിരെയാണ് ചൈന ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. ടിബറ്റിനെ സംബന്ധിച്ചിടത്തോളം, ലാമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ അഭയകേന്ദ്രം ഭാരതം തന്നെയാണ്. അടുത്ത ലാമ ഭാരതത്തിൽ നിന്നാണ് എന്ന് ചൈനയ്ക്ക് ധാരണയുണ്ട്. അതുകൊണ്ടാണ് ചൈന ഈ നീക്കങ്ങളെയൊക്കെ തകിടം മറിക്കുവാനുള്ള ശ്രമമൊക്കെ നടത്തുന്നത്. എന്തായാലും അത്തരം ശ്രമങ്ങളെ ഒന്നും തന്നെ ഭാരതം പിന്തുണയ്ക്കാൻ പോകുന്നില്ല, ലോകം പിന്തുണയ്ക്കാൻ പോകുന്നില്ല. അമേരിക്കയും ഇന്ത്യയും ഒക്കെ ചൈനയുടെ ഈ നീക്കത്തിനെതിരെ വളരെ കൃത്യമായ നീക്കങ്ങൾ നടത്തും. ഒപ്പം സൗത്ത് ചൈന സീയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ ജപ്പാനും ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ നീങ്ങിക്കഴിഞ്ഞു. ചൈന എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള വളരെ വിഫലങ്ങളായിട്ടുള്ള ശ്രമം, വളരെ മോശമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രൈറ്റ് ഓഫ് മലാക്കയിൽ അടുത്ത ഓപ്പറേഷൻ ഉണ്ടാകും. അതിനു വേണ്ടി തന്നെയാണ് ഇന്ത്യ ആൻഡമാൻ നിക്കോബാസിൽ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത്. അതിനെ തകിടം മറിക്കുവാനാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ചൈന എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് 2008 ഇത്തരത്തിലുള്ളൊരു എഗ്രിമെൻ്റ് ഇന്ത്യയിലെ
പ്രതിപക്ഷ നേതാവുമായിട്ട് ഒപ്പുവെച്ചത് എന്നും പ്രതിപക്ഷ നേതാവുമായിട്ട് അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ അന്ന് ഒന്നുമല്ലാതിരുന്ന ഇവരുമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ ഒപ്പിച്ചു വെച്ചത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഭാരതത്തിൻ്റെ രോമത്തിൽ പോലും ചൈനയ്ക്ക് തൊടുവാൻ കഴിയില്ല. പഴയ 1960കളിലെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അന്ന് നെഹ്റു ഭായ് ഭായ് എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുവാനും മുത്തം കെടുക്കുവാനും ഒക്കെ പോയി. പക്ഷേ അന്ന് തിരിച്ച് വലിയ പണിയാണ് ഭാരതത്തിന് കിട്ടിയത്. അത് 1959 ടിബറ്റിലെ പൗരന്മാർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ നമുക്ക് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ പോലും സാധിക്കില്ല. അതിനുള്ള ഒരു അധികാരം കിട്ടിയത് എവിടെ നിന്നാണ്? 1954 നെഹ്റുവും ചൈനയുമായിട്ടുണ്ടാക്കിയ പഞ്ചശീല തത്വങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് നെഹ്റു പറഞ്ഞിരുന്നു ടിബറ്റ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന്. അതിൽ നിന്നാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. നെഹ്റുവിൻ്റെ ആ നീക്കത്തെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ ജയശങ്കർ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് നെഹ്റു എന്ത് ബുദ്ധിമോശമാണ് കാണിച്ചത്. ഇതേ രീതിയിൽ തന്നെയാണ് ഇതോടൊപ്പം ഇതേ മാതൃകയിൽ തന്നെയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയും നെഹ്റു സൈൻ ചെയ്തത്. നെഹ്റുവിൻ്റെ ബ്ലണ്ടറുകൾ ഏറ്റവും വലുത് ഏതാണ് എന്ന് ഇപ്പോഴും സംശയമാണ്. നിരവധി ബ്ലണ്ടറുകളുണ്ട്. അത് ഇനി അടുത്തുള്ള എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കാണിച്ച നിരവധിയായിട്ടുള്ള മണ്ടത്തരങ്ങളുമുണ്ട്. അത് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ ആയാലും ഇന്ന് എന്തുകൊണ്ടാണ് POK എന്നൊരു പ്രദേശം ഉണ്ടായി വന്നത്, അതും നെഹ്റു കാരണം തന്നെയാണ്. ഇന്ത്യയുടെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഭാരതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ ശ്രമം നടത്തിയത് സർദാർ പട്ടേലായിരുന്നു. ഒരേ ഒരു നാട്ടുരാജ്യം ഒഴിച്ച് ആ നാട്ടുരാജ്യമായിരുന്നു ജമ്മു കാശ്മീർ. അവിടെ നെഹ്റു എല്ലാം തന്നെ പൊളിച്ചടുക്കി കുളമാക്കുകയായിരുന്നു. ഇന്ത്യയെ വർഷങ്ങളോളം കഷ്ടപ്പെടുത്തിയ ആർട്ടിക്കിൾ 370 ഒപ്പിട്ട് കൊടുത്തു. ഇന്ത്യയും ചൈനയുമായിട്ട് ഈ തരത്തിലുള്ളൊരു നീക്കുപോക്കുണ്ടായതിൻ്റെ ഫലമാണ് 1962 ഇന്ത്യക്ക് 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. എന്തായാലും ഈ ഭാഗങ്ങളൊക്കെയും അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയുടേതാണെന്നും ചൈനയുടേതാണെന്നും പറയുന്ന പ്രദേശത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കുന്നതെന്ന് അന്ന് ഭാരതത്തെ തള്ളിപ്പറയുകയുണ്ടായി. അങ്ങനെ ഭാരതത്തെ ചതിച്ച നെഹ്റുവും ഭാരതത്തെ തള്ളിപ്പറഞ്ഞ EMSഉം രണ്ടും ഭായ് അന്ന് ഭാരതത്തെ തകർത്ത് കളഞ്ഞു. എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ശക്തി ചൈനയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ടിബറ്റിന് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് അറിയാം ഭാരതമാണ് അവരുടെ ആത്മീയ അഭയ കേന്ദ്രമെന്ന്. യാർലോങ് ഡൈനാസ്റ്റിയാണ് ടിബറ്റ് ഭരിച്ചിരുന്നത് ഭാരതത്തിൽ നിന്നുള്ള. അത്തരത്തിൽ 6 മില്യൺ മനുഷ്യരെയും വെച്ചുകൊണ്ടാണ് ചൈന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. വളരെ വലിയ ദ്രോഹമാണ് ടിബറ്റിനെതിരെ ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലൊക്കെ ദലൈലാമ എത്തുന്ന സമയത്ത് ഭാരതത്തിൽ നിന്ന് നിരവധി നേതാക്കന്മാരാണ് ലാമയെ കാണുവാനും അനുഗ്രഹം വാങ്ങുവാനും ഒക്കെ പോയിട്ടുള്ളത്. എന്തായാലും ചൈന ഇപ്പോൾ നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള വെല്ലുവിളി തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴും ലാസ അപ്രൈസിംഗ് അന്ന് ചൈന നടത്തിയ 1959 ടിബറ്റൻ സന്യാസിമാർക്ക് എതിരെ നടത്തിയ നീക്കങ്ങളുടെയൊക്കെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി 1959 മാർച്ച് 10 നടത്തിയ നീക്കങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും ടിബറ്റൻ സന്യാസിമാർ ജിയാൻ ഡാം ദിഷു റിവറിലുള്ള ജിയാൻ ഡാമൊക്കെ സന്ദർശിക്കുവാൻ പോകാറുണ്ട്. അവിടെ അവരുടെ കണ്ണീരൊഴുക്കാറുണ്ട്. എന്തായാലും ഒരിക്കൽ ലോകം അവരുടെ കണ്ണുനീർ കാണാനാകും. ടിബറ്റ് സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.